ബാബുലോൺ ഭരിച്ചിരുന്ന നമ്രൂദ് എന്ന രാജാവിന്റെ ജ്യോത്സ്യന്മാരുടെ പ്രവചനമായിരുന്നു നമ്രൂദിന്റെ നാശം കുറിക്കാൻ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത നമ്രൂദിനോട് പറയുന്നത്. തന്റെ രാജ്യം കൈവിട്ടു പോകരുത് എന്ന ആഗ്രഹത്താൽ പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ വധിക്കാനും സ്ത്രീ പുരുഷന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന തീരുമാനം രാജ്യത്ത് നടപ്പിലാക്കുകയായിരുന്നു നമ്രൂദ്. ആ സമയത്താണ് തന്റെ പ്രധാന പൂജാരിയായ ആസറിന്റെ ഭാര്യയിലൂടെ അള്ളാഹു ഇബ്രാഹിം നബിയെ ജന്മം നൽകാൻ തീരുമാനിച്ചത്. പ്രസവത്തോടടുത്തപ്പോൾ മഹദി ദൂരെ ഒരു മലയുടെ ഗുഹയിൽ താമസിക്കുകയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയെ പ്രസവിക്കുകയും ചെയ്തത്. കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയാൽ നമ്രൂദ് അറിയുമെന്ന് വിചാരിച്ച് മഹദി കുഞ്ഞിനെ ഗുഹക്കുള്ളിൽ കെടുത്തുകയും ഇടയ്ക്കിടയ്ക്ക് മാതാവ് പാൽ കൊടുക്കാനും മറ്റും ഗുഹക്കടുത്ത് വരികയും ചെയ്തു. സാധാരണ കുഞ്ഞിനേക്കാൾ ബുദ്ധിയും ശക്തിയും ഇബ്രാഹിം എന്ന കുഞ്ഞിന് കൂടുതൽ ഉണ്ടായിരുന്നു. ബുദ്ധിയും വിവേകവും എല്ലാം കൈവന്ന ആ മകൻ തന്റെ മാതാപിതാക്കളെ തേടി പുറപ്പെടുകയും അതുവരെ ഭർത്താവിൽ നിന്ന് പോലും പ്രസവ വിവരം മറച്ചുവെച്ച മഹദി കുഞ്ഞിനെ കണ്ടപ്പോൾ ആസറിനോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയുമായി. എല്ലാം പറഞ്ഞ ആസർ ഇത് രാജദ്രോഹമാണ് എന്ന് പറഞ്ഞ് രാജാവിനോട് പറയാൻ പോകുമ്പോൾ മഹദി കുട്ടിയുടെ മുഖത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ മനോഹരമായ മുഖങ്ങൾ മുന്നോട്ട് വെച്ച ആസറിന്റെ കാൽ പിന്നോട്ട് വെക്കുകയും അങ്ങനെ അവരുടെ വീട്ടിൽ ഇബ്രാഹിം നബി വളരുകയുമായിരുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.